അപ്പം ഇത് ഫ്രീ ഫ്ലോ പറഞ്ഞൊരു ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി ചെയ്തത്. ഇതിൽ അവർ ഒരുപാട് 3D ഗ്രേഡിയൻ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ സെയിം സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി ഇത് അവർ 3D ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇല്ലുസ്ട്രേറ്റർ വെച്ച് എങ്ങനെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് പോസ്റ്റേഴ്സ്, ടൈപ്പോഗ്രാഫി എല്ലാം ഇതേപോലെ 3D ടെക്സ്റ്റ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അപ്പം ഇതാണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ആർട്ട് ബോർഡ് എന്നാണ് പറയാം. അപ്പം ഇവിടെ ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രീസെറ്റ് ഉണ്ട്. പിന്നെ അവിടെ ഫുൾ HD പ്രീസെറ്റ് സെലക്ട് ചെയ്ത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അപ്പം ഇതാണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഷേപ്സും കാര്യങ്ങളെല്ലാം ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് എല്ലാം ചെയ്യാം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബ്ലെൻഡ് ടൂളാണ്. നമ്മൾ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുന്നതിന് മുൻപ് എന്താണ് ഈ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഷേപ്സ് ടൂളുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർ ടൂൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു സ്റ്റാർ ടൂൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിൻ്റെ കളേഴ്സ് എന്താണ്, ഒരു ബ്ലാക്കും വൈറ്റും ആണ്. അപ്പോൾ നിങ്ങളിവിടെ മൂവ് ചെയ്ത് കാണാം, ഒരു വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള കളറുണ്ട്. അപ്പം ബ്ലാക്ക് ബോർഡറാണുള്ളത്. അപ്പോൾ ഇതിന് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രോക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഫിൽ കളർ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഷേപ്പ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫിൽ കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ പിക്കർ വരുന്നതാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഹോൾഡ് ചെയ്തു ഷേപ്പ് ടൂള്, റെക്ടാങ്കിൾ ടൂൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ റെക്ടാങ്കിൾ ടൂൾ എന്താണ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് ബേസിക്സ് കാണിക്കുകയാണ്. ആദ്യം ജസ്റ്റ് കളർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇനി സെലക്ഷൻ ടൂളിലേക്ക് വന്ന് ഈ രണ്ട് ഷേപ്പ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് രണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ബ്ലെൻഡ് ടൂൾ, ഇതാണ് ബ്ലെൻഡ് ടൂൾ വരുന്നത്. W ആണ് ഷോർട്ട് കട്ട്. സെലക്ട് ചെയ്തു. ഈ ഷേപ്പിൻ്റെ മിഡിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ മിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിൽ നിന്ന് മറ്റേ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും, ബ്ലെൻഡ് ആവും. ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രമല്ല ബ്ലെൻഡ് ആവുന്നത്, ഇതിൻ്റെ കളേഴ്സും എന്താണ് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടി ഈ ഒരു ബ്ലെൻഡായിട്ടുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ ബ്ലെൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്പേസിങ്, ഒരുപാട് ഡിഫറെൻറ്റ് സ്പേസിങ് അവർ അവൈലബിൾ ആണ്. ഇവിടെ സ്മൂത്ത് കളർ മാറ്റി ഇവിടെ സ്പെസിഫൈഡ് സ്റ്റെപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്റ്റെപ്പ് എന്ത് ചെയ്യാം, എത്ര സ്റ്റെപ്സ് വേണമെന്നുള്ളത് നമ്മൾ 50 കൊടുത്തു. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്സ് ഇപ്പം ഇവിടെ ജസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 3 സ്റ്റെപ്സ് മാത്രമേ അവർ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ സ്റ്റെപ്സ് ഇവിടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ബ്ലെൻഡ് കിട്ടും. അപ്പം ഇതാണ് ബ്ലെൻഡ് ടൂളിൻ്റെ ബേസിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഗ്രേഡിയൻസ് നിന്ന് കോപ്പി ചെയ്യാണ്. ഞാൻ പറയാം എങ്ങനെ ഇതുപോലെ ഗ്രേഡിയൻസ് എടുക്കുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഇതേപോലെ 2 ഷേപ്സ് ആണ്. ഞാൻ ഇവിടെ എലിപ്സേ ടൂൾ വെച്ച് L ആണ് ഷോർട്ട് കട്ട് വരുന്നത്. L വെച്ച് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇതുപോലെ ഷേപ്പ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓവൽ ഷേപ്സ് എല്ലാം കിട്ടുന്നതാണ്. അപ്പം ഇത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള സർക്കിൾ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള സർക്കിൾ കിട്ടും. ഷിഫ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓവൽ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടണമെന്നില്ല. അപ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മൗസ് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെലക്ഷൻ ടൂളിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് Ctrl+C പ്രസ് ചെയ്യുക, Ctrl+V പ്രസ് ചെയ്ത് ഇതിൻ്റെ കോപ്പി കിട്ടും. അതല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, Alt പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ടൂൾസുകളായിരിക്കും. എന്നാലും ഇതൊക്കെ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ബേസ് നിലയ്ക്ക് ഞാൻ പറയുകയാണ്. എന്നിട്ട് ഇതേപോലെ ഷേപ്സ് ഇത് സ്കെയിൽ ചെയ്യുമ്പം വീണ്ടും ഇതേപോലെ ഓവൽ ഷേപ്പ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊപ്പോർഷനായിട്ടുള്ള ഷേപ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിക്സ് ആണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ എന്നുള്ളത്. അതേപോലെ ഇത് ജസ്റ്റ് ഒന്ന് സൈസ് കുറച്ചു. ഇനി നമുക്ക് ഈ ഷേപ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞില്ല ഗ്രേഡിയൻ്റ് എങ്ങനെ ചെയ്യാം എടുക്കുക എന്നുള്ള നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഗ്രേഡിയൻ്റ് കിട്ടാൻ വേണ്ടി uigradients.com എന്ന സൈറ്റ്സ് ഉണ്ട്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട്
ഗ്രേഡിയൻറ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് കോമ്പിനേഷൻസ് കിട്ടും. എനിക്ക് ഈ കളർ ഓക്കെയാണ്. അപ്പം ഈ കളറ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഹെക്സ് കോഡ് കോപ്പി ആവും. എന്നിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ വന്ന് ഇതിപ്പോൾ സോളിഡ് കളറാണ്. ഇപ്പോൾ ഇതിനെ ഗ്രേഡിയൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഇവിടെ ഗ്രേഡിയൻറ്റിൽ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു അല്ലേ, ഫിൽ കളർ ഗ്രേഡിയൻ്റ് ആക്കി. ഇതാണ് ഗ്രേഡിയൻറ്റ് വിൻഡോ. ഇപ്പോൾ ഈ വിൻഡോ ഇൻ കേസ് നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ വന്ന് ഇവിടെ ഗ്രേഡിയൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. Ctrl F9 ആണ് ഷോർട്ട് കട്ട്. എന്തായാലും ഇതാണ് 2 നോട്ട്സ് കാണാം, ഇവിടെ വൈറ്റ് ബ്ലാക്ക്. പിന്നെ നമുക്കിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം സെയിം ഗ്രേഡിയൻ്റ് ഇവിടെയും വിസിബിളാണ്. നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിനായി ഫസ്റ്റ് നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓപ്ഷനിൽ വന്ന് RGB സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഹെക്സ് കോഡ് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ജസ്റ്റ് Ctrl V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിൽ നിന്ന് അത് കോപ്പി ആയിട്ടുണ്ട്. Ctrl V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ എന്ത് ചെയ്യും, കറക്റ്റ് കളർ എന്ത് ചെയ്യും ഇവിടെ കിട്ടുന്നതാണ്. ഇനി വെബ്സൈറ്റിലേക്ക് പോവുക, സെക്കൻഡ് കളർ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ആവുന്നതാണ്. ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, RGB വന്നു, ഹെക്സ് കോഡ് എന്ത് ചെയ്തു, Ctrl V പ്രസ് ചെയ്തു. അല്ലേ, സെയിം ഗ്രേഡിൻ്റെ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് കോപ്പി ആവുന്നതാണ്. ഇനി സെലക്ട് ചെയ്തു, ഈ ഷേപ്പ് സെലക്ട് ചെയ്തു, ഇതിനും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് UI ഗ്രേഡിയൻസിൽ പോയി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രേഡിയൻ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ബ്ലൂ, നമുക്ക് ഏകദേശം ആ ഒരു റെഡ് ആൻഡ് യെല്ലോനോട് സാമ്യമായിട്ടുള്ളൊരു കളറാണ് നമുക്ക് പിക്ക് ചെയ്യാം. ഇത് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു, കാരണം ജസ്റ്റ് കോപ്പി ചെയ്തു. സെയിം പ്രോസസ്സ് തന്നെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഹെക്സ് കോഡിൽ വന്ന് എന്ത് ചെയ്യുക, Ctrl V. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൂളിൽ വന്ന് അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക്, Ctrl V. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യാണ്. സെലക്ട് ചെയ്തു, ബ്ലെൻഡ് ടൂളിൽ വന്നു, ഷേപ്പിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു, അതുപോലെ തന്നെ സെക്കൻഡ് ഷേപ്പിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡ് പ്രോപ്പർട്ടീസിൽ സ്പേസിങ് എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് വാല്യൂസ് ഒരു 150 കൊടുത്തു, അല്ലെങ്കിൽ 150 കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിനെ ഒരു 3D ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പെൻ ടൂളുണ്ട്, P ആണ് ഷോർട്ട് കട്ട്. അത് വെച്ച് ഞാൻ തൽക്കാലം ഇവിടെ പെൻ ടൂൾ വെച്ച് കഴിഞ്ഞതിന് മുമ്പ് ഫിൽ കളർ ഒന്ന് റിമൂവ് ചെയ്തു. ജസ്റ്റ് സ്ട്രോക്ക് മാത്രം കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ മാത്രം മതി, അതുകൊണ്ടാണ് സ്ട്രോക്ക് മാത്രം ആക്കിയത്. ജസ്റ്റ് പെൻ ടൂൾ വെച്ച് ഇതേപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഷേപ്പ്, ഏത് ബെൻഡായിട്ടുള്ള എന്ത് ഷേപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ ബ്ലെൻഡിൽ റീപ്ലേസ് സ്പൈൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ബ്ലെൻഡ് നേരത്തെ സ്ട്രെയിറ്റ് ആയിരുന്നു, അതിന് പകരം ഈ ഒരു ഷേപ്പിലേക്ക് ഇത് ബ്ലെൻഡ്, ആ ബ്ലെൻഡ് എന്ത് ചെയ്യും, ഈ ഷേപ്പിലായിരിക്കും ബ്ലെൻഡ് ആവുന്നത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷേപ്പ് ഓരോന്നും എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അതിൻ്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഗ്രേഡിയൻറ്റ് ചേഞ്ച് ചെയ്യാം, പൊസിഷൻ, സൈസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് ഓരോ ഷേപ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു, സെലക്ട് ചെയ്തു, ഷേപ്പ് ഉണ്ടല്ലേ, ഞാൻ ഷേപ്പ് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഫ്ലോയും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഒരു ബേസ്, ഒരു ബ്ലെൻഡ് ടൂളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ച് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഹാൻഡിലെല്ലാം നമുക്ക് ഇതേപോലെ രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പോയിൻ്റ് ഒന്ന് താഴോട്ട് നീക്കി ഇല്ല, ഇതേപോലെ ഓരോ 3D ഷേപ്സ് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചിട്ട് കാണാം, ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്പെസിഫൈഡ് സ്റ്റെപ്പ് ഒന്ന് ഒരു 250 ആക്കി കൊടുത്താൽ മതി, സ്റ്റെപ്പ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി അല്ലേ. ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി നമുക്കെങ്ങനെ ഇതൊരു ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് T ആണ് ടൈപ്പ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. T പ്രസ് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ടൈപ്പ് ടൂൾ വെച്ച് ഒരു
ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഫോണ്ടിൽ വന്ന് ജസ്റ്റ് ഒരു കേഴ്സീവായിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ കൂട്ടക്ഷരം പറയില്ലേ, അതേപോലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് പെൻ ടൂൾ എടുത്തു, അതിന് മുകളിലൂടെ എന്ത് ചെയ്യുകയാണ്, നമ്മളിത് ട്രേസ് ചെയ്യാണ്. പക്ഷേ ഇവിടെ ട്രേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ടായിരിക്കണം ഇത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ എന്ത് ചെയ്യുക, ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ട്രേസ് ചെയ്തു. ഇനി സെലക്ഷൻ ടൂളിലേക്ക് വന്നു, ഇതൊന്ന് മുകളിലോട്ട് മൂവ് ചെയ്തു. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫില്ലാണ്, അതൊന്ന് സ്ട്രോക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ഈ ഫോണ്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ സൈസ് ഒന്ന് സെറ്റാക്കി, ഇവിടെ ഭയങ്കര ഷാർപ്പാണ്. ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വന്ന് ഇതിൻ്റെ ഹാൻഡിലൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്മൂത്താക്കാം. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്മൂത്താക്കി കൊണ്ടുവരാം. എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഷേപ്പ് എടുത്തു, ജസ്റ്റ് എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. സെലക്ട് ചെയ്തു, ബ്ലെൻഡ് ടൂളിൽ വന്നു, ഇതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഷേപ്പിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു, ഇത് ബ്ലെൻഡ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ബ്ലെൻഡിൽ റീപ്ലേസ് സ്പൈൻ അല്ലേ, ഈ ഷേപ്പിലേക്ക് വരും. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മൂത്ത്നെസ് വളരെ കുറവാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡ് പ്രോപ്പർട്ടീസിൽ വന്ന് സ്പേസിങ് എന്ത് ചെയ്യുക, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു 200 കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് വാല്യൂ കൂട്ടി കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെസ്റ്റ് മെത്തേഡ് ഇവിടെ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അതാകുമ്പോൾ ജസ്റ്റ് വാല്യൂ കുറച്ച് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുക. ഞാൻ 1 point കൊടുത്തു, ഓക്കെ കൊടുത്തു. അല്ല, ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പോഗ്രാഫിയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഷേപ്പ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഐ ഡ്രോപ്പർ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഗ്രേഡിയൻസ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐ ഡ്രോപ്പർ വെച്ച് എന്ത് ചെയ്യാം, ഇതേപോലെ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷേപ്പ് സെലക്ട് ചെയ്തു, അല്ല ഇതേപോലെ ഐ ഡ്രോപ്പർ വെച്ച് പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വളരെ സിമ്പിളാണ് ഇതേപോലുള്ള ഒരു ടൈപ്പോഗ്രാഫി കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലസ്ട്രേറ്റർ വെച്ച്. സോ ഇനി അടുത്ത ട്യൂട്ടോറിയൽ ഇതുപോലുള്ള 3D എലമെൻറ്റ്സ് നമ്മൾ ഫോട്ടോഗ്രാഫ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. സോ സ്റ്റേ ട്യൂൺ.